ഗായ്സ്, അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഗായ്സ് ഒരു വീഡിയോ എടുക്കണമെന്ന്. ഇത് ഞാനിപ്പോൾ എടുത്ത് മാറിയിട്ടത് ഡ്രസ്സാണ്, കാര്യമാക്കണ്ട. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് വീഡിയോ എടുക്കണം, ഒരു വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോ ഇടണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നടക്കണില്ല, പണിത്തിരക്കും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം, എല്ലാ മൺഡേ മാത്രമേ എനിക്ക് ഓഫുള്ളൂ. അപ്പോൾ ഈ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്, വീട്ടിലേക്ക് കുക്ക് ചെയ്യാനുണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെക്കാനുണ്ട്. അപ്പം പുറത്ത് സാധനങ്ങൾ മേടിക്കും. ഇവിടുത്തെ മെയിൻ സാധനമാണ്, നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോഴുള്ള മെയിൻ സാധനമാണ് ഈ ബാഗ്. കണ്ടാ, ഇതും കൊണ്ട് പോയി അത്യാവശ്യം പർച്ചേസ് ചെയ്യണതൊക്കെ ഉള്ള സാധനങ്ങൾ മേടിക്കണതും അവിടേക്ക് പോകണതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം അങ്ങനെ എന്താവുന്നെന്ന് അറിയണം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഞാൻ ഫസ്റ്റ് ഒരു വ്ളോഗ്, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ വേറെ കുറച്ച് പരിപാടികൾ എനിക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ബ്രൈറ്റ് ടു ബി ഷൂട്ട് ഉണ്ടായിരുന്നു, അത് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. പിന്നെ ലൂട്ടനിൽ ഞാൻ ഒന്ന് പോയായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, അത് പറ്റിയില്ല. അപ്പം അങ്ങനെ നീണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇതെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ നൈസായിട്ട് എന്താ പറയുക, സാധനങ്ങൾ വാങ്ങാൻ പോണേൻ്റെ ബാക്കി വിശേഷങ്ങൾ പയ്യെ കാണാം. അങ്ങനെ പെട്ടി തൂക്കി ഇറങ്ങിയിട്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുന്നേ ഇപ്പം 5ാമത്തെ വീടാണ് ഞാൻ ലണ്ടനിൽ വന്നത്, പിന്നെ UK വന്നത്, പിന്നെ ഞാൻ മാറുന്നത്. ഈ UK ഒന്ന് മാറി എന്താ പറയുക, നമ്മൾ വന്നതിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക, എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നത്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പണിസ്ഥലത്തേക്ക്, ജോലി സ്ഥലത്തേക്ക് പോകാനാണെങ്കിലും എല്ലാം കൊണ്ടും ഒത്തു വന്നൊരു സ്ഥലമാണിത്. എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ആശ്രയിക്കേണ്ട വന്നിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഓൾറെഡി ഒരു മൈക്ക് മേടിച്ചു, പക്ഷെ അത് അതിൻ്റെ പിന്നെ മാറിപ്പോയി. അതുകൊണ്ട് എനിക്ക് അത് വെക്കാൻ പറ്റിയിട്ടില്ല. ഇത് കിട്ടോ ഇല്ലയോ സൗണ്ട്, ഇപ്പോൾ ഓൾറെഡി റോഡിനടുത്തൊക്കെ പോകണ പറഞ്ഞുകൊണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേൾക്കാൻ പറ്റിയിട്ടില്ല, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. അടുത്ത വീഡിയോ തുടങ്ങി മാക്സിമം നല്ല രീതിയിൽ തന്നെ സൗണ്ട് രീതിയിൽ വന്ന രീതിയിലുള്ള മൈക്കൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പണിസ്ഥലത്തേക്ക് പോകാനാണെങ്കിലും സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി സാധനങ്ങൾ മേടിച്ച് വരാൻ സംഭവം. പിന്നെ ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട്, ഇന്ത്യൻ ഷോപ്പാണ്, അവിടുത്തെ വിലകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഒരു കടയിലേക്കാണ് നമ്മൾ പോണത്. ഇന്ന് കുറേ പരിപാടി പ്ലാൻ ചെയ്തു, ഒരു കാര്യം നടന്നില്ല. വെറുതെ അട്ടം നോക്കി ചുമരും നോക്കി ഇങ്ങനെ ഇരുന്നല്ലാണ്ട് ഒരു പരിപാടി നടന്നില്ല. ഇന്ന് ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചു, ഒരാഴ്ച ജിമ്മിൽ പോയിട്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഒരു ബ്രൈറ്റ് ടു ബിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ പരിപാടിക്ക് വേണ്ടി ഞാൻ പോയിട്ട് എൻ്റെ എല്ലാ പരിപാടിയും തെറ്റി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിങ്കളാഴ്ച തുടങ്ങണമെന്ന് വിചാരിച്ചാണ്. നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം ജിമ്മിലും പോയില്ല, ഫുഡും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല, ഒരു പരിപാടി നടക്കാണ്ട് ഈ സമയം വരെ വെറുതെ പോയി കിട്ടി. ഇപ്പോഴാണ് വെട്ടി നോക്കിയത്. ഇപ്പം സമയം ഇവിടെ എനിക്ക് തോന്നണം ഒരു 5 മണി ആയിട്ടുണ്ടാവും, വൈകിട്ട് UK ടൈം 5 മണി ആയിട്ടുണ്ടാവും. ഈ സമയത്താണ് ഇനി പോണത്. ഞാൻ അവിടെ പോയി സാധനങ്ങൾ വാങ്ങി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുക്കിങ് ചെയ്ത് കിടന്നു കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസത്തെ ഓഫ് അങ്ങോട്ട് തീർന്നു. ഒരു സമാധാനം അങ്ങോട്ട് കിട്ടും. അപ്പം ഞാൻ ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത് ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. വേറെ ഒന്നല്ല, ഇപ്പോഴത്തെ UK കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ശോകം. അപ്പോൾ ആരും ഇപ്പം താൽക്കാലികമായിട്ട് ഇനി ഒരു അപ്ഡേറ്റ് കിട്ടണ വരെ ഒരാൾക്കും പൈസ കൊടുക്കാതിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഞാനീ പറയണ കാര്യമൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയി, മനസ്സിലായി. അതായത് മുന്നേ ഇപ്പോൾ ഒരു മാസം 2 മാസം മുന്നേ പറയേണ്ട കാര്യമാണ്. എന്നാലും ഇപ്പോഴും കുറേ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് ഞാൻ പറയാം, അതിൻ്റെ കാര്യങ്ങൾ എന്താവെന്ന് അറിഞ്ഞിട്ട് ഇനി വരും വീഡിയോകളിൽ ഞാൻ പറയാം അത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി UK ഉള്ളവരാണെങ്കിൽ പോലും ഡയറക്റ്റ് കെയർ ഹോമുകളിൽ പോയി COS കിട്ടാവുന്ന രീതിയിലാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അല്ലാണ്ട് പൈസ കൊടുത്ത് ആൾക്കാരുടെ അടുത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പൈസയും പോവും. ഇനി അവർ ആ തന്നെ COS ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK ബാനും കിട്ടും, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാവും. അപ്പം അങ്ങനെ റിസ്കിലേക്ക് നിൽക്കണ്ട. പിന്നെ ഓവർസീസ് മൊത്തത്തിൽ നിർത്തിയേക്കാണ് ഗൈസ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് ഇങ്ങോട്ട് എടുക്കണില്ല. UK പ്രത്യേകിച്ച് കെയറായിട്ടായാലും എന്ത് ഇതിനകത്തേക്കാണെങ്കിലും മൊത്തത്തിൽ ഓവർസീസ് നിർത്തിയേക്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും മാക്സിമം അന്വേഷിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തായാലും സ്റ്റുഡൻറ്റ് വിസയിലല്ലാണ്ട് ഇവിടെ ഇനി എത്തിപ്പെടാനായിട്ട് വേറെ വഴിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ എന്താ പറയുക, ശരിക്കും മൊത്തത്തിൽ അന്വേഷിച്ച് UK സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം
ഇനി ഇങ്ങോട്ട് കയറി വന്ന കാര്യങ്ങൾ ആലോചിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും ഇപ്പം ഇത് കൂട്ടത്തിൽ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഞാനിത് കടയിലെത്തിയതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. അതിക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പം ഞാൻ പോണ വഴിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, ക്യൂവിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചാരിറ്റിയാണ്. ഞങ്ങളൊക്കെ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഒരു ഈസ്റ്റാം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ക്യൂ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ചാരിറ്റിയാണ്. ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട മൊത്തം നമ്മുടെ നാട്ടിൽ റേഷൻ കടയിൽ നിൽക്കണ പോലെയാ. കുറച്ച് ആൾക്കാർ പോലെ നിൽക്കട്ടെ, കുറച്ച് ആൾക്കാർ നമ്മൾക്കൊക്കെ ഇത് എന്താ പറയുക, ശരിക്കും റേഷൻ കടയിൽ നാട്ടിൽ ക്യൂ നിൽക്കണ പോലെ തന്നെ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഫ്രീ കിട്ടും എന്ന് പറയുമ്പോൾ കുറേ പിള്ളേരുകൾ ഈസ്റ്റാമിലൊക്കെ ഇഷ്ടം ഇതൊന്നുമല്ല, 1 കിലോമീറ്റർ ഇങ്ങനെ ക്യൂവിൽ നിറച്ച് പിള്ളേരുണ്ടാവും. അത്രയും ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങാം. അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും കിട്ടും. ക്വാളിറ്റി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പക്ഷെ എന്നാലും എല്ലാം കിട്ടും. അങ്ങനെ സംഭവങ്ങൾ ഇതിന് പോണ വഴിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കടയിൽ ചെന്നതിന് ശേഷം മെസ്സേജ് അയക്കാം. സോറി ഗൈസ്, മെസ്സേജ് അയക്കാന്നല്ല, കടയിൽ ചെന്നതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം. കാരണം ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോകുമ്പോൾ എനിക്കിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കണ കാരണം ഭയങ്കര നാടുണ്ട്, പുറത്തെ ആൾക്കാരൊക്കെ ഇവിടെ നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഗൈസ്, ഞാനിവിടെ മെയിനായിട്ട് വാങ്ങാൻ വന്ന ഈ സ്ഥലത്തല്ല, പക്ഷേ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത കാരണം കൊണ്ട് ഞാൻ ലിഡിലും കൂടി നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ മെയിനായിട്ട് സാധനങ്ങൾ മേടിക്കുന്നതാണ് ലിഡിൽ, അസ്ദ, അൽദി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ലിഡിലാണ് വന്നതാണ് കുറച്ച് സാധനം മേടിക്കാണ്ട്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പാവപ്പെട്ടവരെ ചായക്കട ലണ്ടനിലെ മാക്ഡൊണാൾഡ്സ്. ഇവിടെ നിന്നാണ് മെയിനായിട്ട് ഞാനൊക്കെ ഫുഡ് കഴിക്കാറ്. കാരണം അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, മറ്റേ ചിക്കൻ ബർഗർ അങ്ങനെ സാധനം കടിച്ചു കഴിഞ്ഞാൽ വയറ് ഫുള്ളായിട്ട് കിടന്നോളൂ, ഒരു സീനില്ല. ഇതാണ് ലിഡിൽ. എൻ്റെ ഒരു വീട്ടിൽ, മുന്നത്തെ വീട്ടിൽ ഞങ്ങൾ നിന്നിടത്ത് വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ അവിടെ വർക്ക് ചെയ്യണം. അവിടെ ചെയ്യുമ്പോൾ പുള്ളിയുടെ ഓഫറിലൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കാറുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയിട്ട് വലിയ കാര്യത്തിലൊന്നും മേടിക്കാനില്ല. എന്താ മേടിക്കാനുള്ള ഞാൻ ഓർത്തായിരുന്നല്ലോ. പോർക്ക് വാങ്ങണം, പിന്നെ മറ്റേ കുക്കുംബർ വാങ്ങണം, സവാള വാങ്ങണം, അതിക്ക് മുമ്പ് ഒരു പെട്ടി എടുക്കണം. അത് മറന്നു നേരെ കയറിപ്പോയേനെ. ചെറിയതില്ല, ചെറിയ പെട്ടിയില്ല, എന്തെങ്കിലും അതിലാവട്ടെ. അപ്പോൾ ഒരു ആന പണ്ടക്കം പെട്ടി എടുത്തിട്ട് ഇനി ഈ സാധനം കൊണ്ട് കാര്യം തന്നെ പോവാം. 1 പൗണ്ടിൻ്റെ കുക്കുംബറൊക്കെ ഇച്ചിരി കൂടുതലല്ലേ. 89 പെൻസിൻ്റെ കുക്കുംബർ വാങ്ങാം. അതൊരെണ്ണം വാങ്ങി. തക്കാളി വാങ്ങണം. തക്കാളിയൊക്കെ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കുമോ ഈ എൻ്റെ ഷോപ്പിംഗ്? നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കുമോ? പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല. സവാള ഒരെണ്ണം വാങ്ങാം. സവാള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 95p, അതായത് 3 പീസിന് നാട്ടിലൊരു 95 രൂപയുടെ അടുത്ത് വരും 3 പീസ് സവാളയ്ക്ക്. പിന്നെന്താ, ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല സ്ഥലം. ഇവിടെ നമ്മൾ കയറിയിട്ടും വലിയ കഥയൊന്നുമില്ല. ആകെ മേടിക്കാനുള്ള ഒരു പോർക്ക് മേടിക്കണം, സവാള മേടിക്കണം, തക്കാളി മേടിക്കണം, കുക്കുംബർ മേടിക്കണം, ഇത്രേ ഉള്ളൂ. വേറെ ഇവിടെ നിന്നൊന്നും വാങ്ങാനില്ല. ഞാൻ മെയിനായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഷോപ്പുകളിലുള്ള വിലകളും കാര്യങ്ങളും കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇനി ബാക്കി വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ബൈ ഗൈസ്. ഹേ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചത്, പക്ഷെ ഞാൻ വിചാരിക്കും നമുക്കറിയണ പോലെ എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ വീഡിയോ കാണുന്നത് എന്താ പറയുക, വല്ല അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കായാലും ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ മറ്റ് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും അവരിത് കാണുകയാണെങ്കിൽ അവർക്കും മനസ്സിലാവാനായിട്ട് ഇതാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എന്തായാലും എടുക്കാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇതൊക്കെ കൊക്കക്കോള, ഇത് ബീറ്, ജ്യൂസുകൾ, വെള്ളം, അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ വെള്ളത്തിന് ഇവിടെയൊക്കെ ഒരു 2.5 പൗണ്ട് വരും ലിറ്ററിന്. 2.5 പൗണ്ട് ലിറ്ററിന്, 2.5 ലിറ്ററിനായിട്ട് 2.5 പൗണ്ട്, അത്രയും കണ്ടോ. പിന്നെ ഇതൊക്കെയാണ് പാല്, ബട്ടർ, അങ്ങനെ സാധനങ്ങൾക്കൊക്കെ. ഇവിടെ പാലിന് 2 ലിറ്റർ പാലിന് 1.75, 1.35, അതായത് നാട്ടിലൊരു 135 രൂപയൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില. പിന്നെ എന്താ പറയുക, പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ജീവിക്കുന്നവർക്ക് വലിയ സീനൊന്നും ഇല്ല, മനസ്സിലായോ? ഇതാണ് ഈ കടയുടെ ഉൾവശം എന്ന് പറയുന്നത്. ഇതൊരു സെക്ഷനാണ്. ഇത് ഈ ജ്യൂസിൻ്റെ ഒക്കെ സെക്ഷനാണിത്. ഇത് വൈനും ബീറും ഒക്കെ ഉള്ള സെക്ഷനാണിത്. എന്താ പറയുക, ഇത് വൈനും ബീറൊക്കെ ഉള്ള സ്ഥലം.
ഇതൊക്കെയാണ് ബീറിൻ്റെ സെക്ഷനുകൾ. കുറേ ഉണ്ട്. നമ്മൾ ഈ സെക്ഷനിലേക്കൊന്നും വേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ സെക്ഷനിൽ നിൽക്കണില്ല. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഇനി ഞാൻ ഓൾറെഡി ഒരു ചിക്കൻ്റെ വിങ്സ് എടുത്തു, പിന്നെ സവോള എടുത്തു, പിന്നെ തക്കാളി എടുത്തു, കുക്കുമ്പർ എടുത്തു. ഞാനൊരു അങ്കമാലിക്കാരനായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഒരു ഓഫ് കിട്ടിയപ്പോൾ എനിക്കൊരു പോർക്ക് കറി കഴിക്കാൻ തോന്നി, മനസ്സിലായി. അതുകൊണ്ട് ഞാനൊരു പോർക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ കഴിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിൽക്കണ വീട്ടിലെന്ന് പറഞ്ഞ ഒരു മറ്റേ പുള്ളിയുടെ സ്ഥലത്തിൻ്റെ പേരെന്താ, ഒരു പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനി മീൻസ് ഒരു മുസ്ലിമാണ്. അപ്പം പുള്ളിക്ക് താല്പര്യമില്ല നമ്മൾ പോർക്ക് അങ്ങനെ വെക്കണോണ്ട്. അപ്പം ഇപ്പം 2-3 ദിവസത്തേക്ക് പുള്ളി പോയേക്കാണ് വേറെ സ്ഥലത്തേക്ക്. ഇവിടെ വൈഫിൻ്റെ വീട്ടിലങ്ങോട്ട് പോയേക്കാണ്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവരുള്ളപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യണത് അവർക്കത് ഇഷ്ടമല്ലല്ലോ. പിന്നെ അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് സമ്പാദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ വെക്കേണ്ടായില്ല. ഇപ്പോൾ ഓൾറെഡി അവിടെ ആരുമില്ല. അപ്പോൾ ഇതും കൂടി മേടിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാണാം ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കടയുടെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് മാത്രമല്ല ഇവിടെ ഉള്ളത്. അതായത് ശ്രീലങ്കൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാനി ഫുഡുകളുള്ള ഒരു കടയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഇഞ്ചിയാണ്, നാടൻ ഇഞ്ചി. ഇത് ഇവിടുത്തെ ഒരു മാതിരി ഒട്ട ഇഞ്ചി. ഇതൊരു കാര്യമില്ല, പക്ഷെ നമ്മളിതാ മേടിക്കണത്. ഇതിന് നല്ല വിലയാണ്. പിന്നെ വഴുതന കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.99. അതായത് നാട്ടിലെ 400 രൂപ അടുത്ത് വരും. പിന്നെ ഇത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കടയിൽ കയറേണ്ടി വരില്ല. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ ഇപ്പോൾ പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഞാൻ പോയി കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ സാധനങ്ങൾ സെലക്ട് ചെയ്യാം. കാരണം വലിയ കാര്യത്തിൽ വാങ്ങാൻ എനിക്ക് കുറച്ച് പച്ചക്കറിയും കുറച്ച് ഇത് മാത്രമേ മേടിക്കാനുള്ളൂ. ഇതാണ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. ഇത് ഫ്രൂട്ട്സ് അതൊക്കെ കരിക്ക് അത് ഇത് സംഭവങ്ങളൊക്കെയാണത്. അതായത് മുരിങ്ങലൊക്കെ നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് മാത്രം. ഇത് ചീര സംഭവങ്ങളൊക്കെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ, മനസ്സിലായോ? നിറച്ച് തിരക്ക്. എല്ലാവരും എൻ്റെ വായം വിളിച്ച് നോക്കിയേക്കാം. ഫോണും കൊണ്ട് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും സീനുണ്ടാകും അറിയാത്തതുകൊണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഇത് ആട്ട, ഗോതമ്പ് പൊടി, അങ്ങനത്തെ ഒക്കെ സെക്ഷൻ. പിന്നെ ഇത് അവല്, വെള്ളവല്, മറ്റേ അവലൊക്കെയാണാവോ, അങ്ങനെ പൊരികള് പിന്നെന്താ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ പായസത്തിനുള്ള ഐറ്റംസ്, പപ്പടം, പിന്നെന്താ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഫ്രോസൺ മീൻ മാത്രമേ കിട്ടുള്ളൂ. ഫ്രോസൺ മീനുണ്ട്. പിന്നെ അരികൾ, നമ്മുടെ നാട്ടിലെ അരിയുണ്ട്, മട്ട അരികൾ, സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അരി മേടിക്കാം. നമ്മൾ മേടിച്ച് ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ നോർമലി മേടിക്കാറുള്ള ഇതാണ്. ഈ അരി മേടിക്കാം. ഇതാണ് നമ്മുടെ സംഭവം. മേടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ പവിഴം വാങ്ങാറുണ്ട്. പവിഴം അരി വാങ്ങാറുണ്ട്. അങ്ങനെയൊക്കെ. വേണ്ട, ലഡുവൊക്കെ നിർത്തിയുള്ള സാധനമാണ്. പിന്നെ ഇനി ഞാൻ വാങ്ങുന്നില്ല. അത് വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മധുരം കഴിക്കൽ കൂടും. ആയതിനാൽ ഞാൻ അത് വാങ്ങുന്നില്ല. പിന്നെ എന്താ, ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഈ കടയിലുണ്ട്. വലിയ കടയാണ് അത്യാവശ്യം. ഇതേപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തെ കടയും, അവിടെയും കിട്ടും. ബെസ്റ്റ് ഫുഡ് എന്നാണ് അതിൻ്റെ പേര്. ബെസ്റ്റ് ഫുഡ് എന്നാണ് ഈ കടയുടെ പേര്. പിന്നെ ഇവിടെ ബുച്ചർ ഷോപ്പ് ഉണ്ട്. ഇവിടെ ലാമ്പും അതേപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും. കട്ട് ചെയ്തും കിട്ടും, ഹോൾ ചിക്കനും കിട്ടും, എല്ലാ സാധനവും കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഗൈസ് ഇത്. പിന്നെ ഇത് കടല, പയർ, പരിപ്പ്, പിന്നെന്താ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, സ്പൈസസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനൊരു കടയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ സംഭവങ്ങൾ എന്ന് പറയാനായിട്ട്. അപ്പം വിലകളും പരിപാടികളൊക്കെ കമ്പാരിറ്റീവ്ലി നല്ല കൂടുതലാണ്. നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, കടല സംഭവങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളക്കടല എത്ര, 1 കിലോത്തിന് 1/2 കിലോത്തിനാണെന്ന് പറയുമ്പോൾ 3.99 1 കിലോ. 3.99 വെള്ളക്കടല കിട്ടുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 400 അടുത്ത് 1 കിലോ കടലയ്ക്ക് ഇവിടെ വില വരുന്നുണ്ട്.
അപ്പം അങ്ങനെയാണ് ഏകദേശം അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും നല്ല വിലയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എനിക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കട്ടെ. വേറെ ഒന്നുമില്ല, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ബൈ. ഗൈസ്, ഞാനേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയേ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ മൈക്ക്, ഇത് പറയാനുള്ള വ്ളോഗ് ചെയ്യുമ്പോൾ എടുക്കാനുള്ളൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായി. പക്ഷെ അത് ഡാമേജ് ആയിരുന്നു. ആ ഡാമേജ് സാധനം റിട്ടേൺ അയക്കാനായിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വേണം കൊണ്ടു കൊടുക്കാൻ. അത് അടയ്ക്കണ സമയം ആവാറായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ച് അത് അവിടെ നിന്ന് വേഗം ഇറങ്ങിയത്. അപ്പം ഞാൻ അവിടേക്ക് പോയിട്ടിരിക്കുക. ആ കട ഇപ്പം ഏകദേശം അടയ്ക്കാറാവാറായി, ഒരു 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി ഇടുള്ളൂ. അപ്പം വേഗം പോയി അത് റിട്ടേൺ അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ വന്ന് ചെറിയൊരു കുക്കിങ്ങിൻ്റെ കാര്യം കൂടി കാണിച്ചു തന്നിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ ഓടിപ്പോയി സാധനം സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ബൈ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ എത്തി ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നു. ഇന്നിവിടെ എന്താ അറാമ്പറപ്പം കാണിക്കാം, കാരണം ഇവിടെ ആരില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളി പോയി. ആ പുള്ളി ഉണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല മക്കളെ. നമ്മൾ 2 നേരം കുളിച്ചാൽ തന്നെ പുള്ളിക്ക് പ്രശ്നം. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ലൊട്ടയാണ് അയാള്. അങ്ങനെ ഇന്ന് ഈ വീട് നമ്മുടെ സ്വന്തമാണ് മക്കളെ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. ഈ ഞങ്ങളുടെ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ, ഇതെൻ്റെ കിച്ചൺ. ഓക്കെ, ഇതെൻ്റെ കിച്ചൺ. ഇത് ഫുഡ് വെച്ച് വയ്ക്കാനുള്ള പാത്രം കഴുകി വെച്ചാണത്. പിന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ. ബാത്റൂം ഇതേ ഇവിടേക്കാണ്. ബാത്റൂം ഇത് ബാക്ക് യാർഡ് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ആ ലൊട്ടയുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ലൊട്ടക്കണ്ണൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് പിന്നെ ദിവസം ഞാൻ പുറത്ത് പോവാം. ഞാൻ കുറച്ച് റൂമിൽ പോയി ഒന്ന് കേട്ടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് പരിപാടിയൊക്കെ. പിന്നെ അമ്മയെ തട്ടി വീണേനൊക്കെ. സുഖം. ഇനി ഞാൻ കുറച്ച് നേരം കിടന്നതിന് ശേഷം കുക്കിങ്ങോട് കൂടി പരിപാടി അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം ബാക്കി കുക്കിങ്ങായിട്ട് വരാം. കുറച്ച് വയ്യാണ്ടായിട്ടുണ്ട്, കാരണം കുറേ നടന്നു. നാളെ ഇനി പണിക്ക് പോകണം. അപ്പോൾ ഓക്കെ, കുക്കിങ്ങായിട്ട് വരാം ഗൈസ്. കുക്കിങ്ങിൻ്റെ സമയം വരാം. കുറച്ച് നേരം കിടക്കണം. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നു ഇനി മെയിൻ പരിപാടി കുക്കിങ്ങാണ്. കുക്കിങ്ങിൽ ഇത് ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് യൂസ് ചെയ്ത നൈഫാണ്. 1.5 വർഷമായിട്ട്. ഇത് ഏകദേശമൊക്കെ കരാത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിങ്ങിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. അത് അപ്പുറത്തിരിക്കണം, ഞാൻ എടുത്തിട്ട് വരാം. ഇനി നമുക്ക് സളാവ് അരിയാം. സളാവ് കുനിഞ്ഞു നിൽക്കേണ്ട വരില്ല, മുഖം കാണണമെങ്കിൽ. കുനിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞാൽ സവോള അരിയാനും എന്നെ കാണാനും കുനിഞ്ഞു നിൽക്കണ കാര്യം പറഞ്ഞത്. അതിന് നെഗറ്റീവ് പറഞ്ഞിട്ട് അടുത്ത് വരണ്ട വൃത്തികെട്ടന്മാരെ. അപ്പൊ നമുക്ക് ആദ്യം സവോള കട്ട് ചെയ്യാം. സവോള കട്ട് ചെയ്താൽ കണ്ണിൽ നിന്ന് വെള്ളം വരും ഗായ്സ്. സവോള കട്ട് ചെയ്താൽ കണ്ണിൽ നിന്നും വെള്ളം വരും ഗായ്സ്. ചീഞ്ഞ സവോളയാണല്ലോ കിട്ടിയത്. പണ്ടാറം ഇതൊക്കെ മാറ്റിയിട്ട് പിടിപിടിന്ന് കട്ട് ചെയ്ത് സംഭവം അവസാനിപ്പിക്കാം. പരിപാടി അവസാനിപ്പിച്ച് കിടന്നുറങ്ങണം. ഇപ്പോൾ ഇവിടെ എത്ര മണിയാണെന്നറിയോ? ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന 1 മിനിറ്റ് സമയം നോക്കാം. ഓൾമോസ്റ്റ് 8:15. 8:15. അപ്പൊ വേഗം പരിപാടി തീർക്കാം. പിന്നെന്താ, നാട്ടില് ഇത് പങ്കമാലിക്കാരായാലും കാണാണ്ടെങ്കിൽ ദൈവത്തോർത്ത് നമ്മുടെ നാട്ടിൽ വെക്കണ പോലെ ഒന്നും വെക്കാൻ പറ്റൂല. ആ ഒരു സെറ്റപ്പിൽ കിട്ടേയില്ല. അതൊക്കെ ശരിക്കും നാട്ടിലെ ഫുഡ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, കാര്യം പറയാലോ. അപ്പം പിന്നെ പോർക്ക് തന്നെ നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ. അപ്പം അടുത്ത പ്രാവശ്യം ഇത് കാണുന്ന അംഗവാരിക്കാരായാലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൃത്യമായിട്ട് പോർക്ക് കറി എങ്ങനെ വെക്കണമെന്നുള്ളത് വെച്ച് നോക്കാം. ജസ്റ്റ് അറിയാമായിരുന്നു ഗൈസ്, പക്ഷെ ഇപ്പോൾ ഒക്കെ മറന്നുപോയി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും പോർക്ക് ഐറ്റംസ് ഇല്ല. ആ റെസ്റ്റോറൻറ്റിൽ പോർക്ക് ഐറ്റംസ് വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പം ഒരു കൊതിക്ക് ഇന്ന് മേടിച്ച് വെക്കണതാണ്. അപ്പം എന്തായാലും കുറച്ച് സമയം എടുക്കും അരിയാനും പിടിക്കാനും പരിപാടികളും കഴുകാനും പോർക്ക് നുറുക്കാനും എല്ലാം പരിപാടി സമയം എടുക്കും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം
ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കും. അതുവരെ സന്ധിക്കും പറയും വണക്കം, ബൈ ബൈ. അപ്പം ഗൈസ് ഫുഡ് ഉണ്ടാക്കി. ഞാൻ ശരി ചാറിലാണ് പൊക്കിയ നിലത്ത് പോകുന്ന പറഞ്ഞോളൂ. ചാറിലാണ് ഉണ്ടാക്കിയത് പോകുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ പണിക്ക് പോകുമ്പോൾ ചപ്പാത്തി വെച്ചിട്ട് പോകണേ. അപ്പോൾ ഡ്രൈ ആക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലത്തെ ചപ്പാത്തി അല്ല, പാക്കറ്റൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കണ ചപ്പാത്തി ആയതുകൊണ്ട് ഭയങ്കര ചൂടാക്കുമ്പോൾ വരെ കട്ടിയായിരിക്കും. ഇപ്പോൾ ചാറില്ലാന്നുണ്ടെങ്കിൽ കഴിക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ചാറിലാണ് പോർക്കറി വെച്ചത്. അപ്പം ഇന്നത്തെ കുഴപ്പമില്ല, കുറച്ച് എരിവ് കൂടി ഗൈസ്, ഉള്ളത് പറയാലോ. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നാളെ തുടങ്ങി സെയിം പണിക്ക് പോവാം വരാം, പണിക്ക് പോവാം വരാം. ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഇടും. എനിക്കറിയാം 100% സെറ്റ് അല്ല എന്നുള്ളത്, കാരണം എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോസ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഞാൻ ഈ ഫുഡൊന്ന് കഴിച്ച് തീർക്കട്ടെ. കുളിച്ചിട്ടില്ല, ഞാൻ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞ വന്ന് ഫുഡൊക്കെ വെച്ചത്. അപ്പോൾ കുളിച്ചിട്ടില്ല, കുളിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. കുളിച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് പോയി കിടന്ന് രാവിലെ 12 മണിയാകുമ്പോഴേക്കും പണിക്ക് പോകണം. അപ്പോൾ ജിമ്മിൽ കഴിഞ്ഞിട്ടാണ് പണിക്ക് പോകാറ് നോർമലി. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. ബൈ, സീ യു.